പറയുന്നു നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. മാഡത്തിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ കാര്യമായി തന്നെ ഇടപെടേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഒന്ന് ചുമ്മാരിടൊന്ന്. അസ്ഥാനത്ത് അവന്റെ ഒരു തമാശ. ആര് വരുമെന്നാ പറഞ്ഞത്? അത് പറഞ്ഞില്ല, പക്ഷെ ആരോ വരുന്നുണ്ട്. എടാ ദിലീപേ, ആ സമയത്ത് നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? കറക്റ്റ്. പക്ഷെ സംഭവം വളരെ രഹസ്യമായിരിക്കണം. മോളെ, നീ മദ്രാസിൽ എന്നെ പറ്റിച്ച് മുങ്ങിയപ്പോ ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? നീ ഈ ഭൂലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കോടി. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലൂക്കോ ചെമ്പടി ആരാണെന്ന് നീ ശരിക്കും അറിയും, അല്ലെങ്കിൽ അറിയിക്കും. എവിടെയെങ്കിലും എനിക്ക് ഇത്തിരി സ്വയം തരണം. എടാ, നമ്മുടെ ദിലീപ് സിനിമാ നടനായ സ്ഥിതിക്ക് എനിക്കും സിനിമാ ഫീൽഡിലേക്ക് കടന്നാൽ എന്താന്നൊരാഗ്രഹം. അയ്യടാ, ചോടാക്കുപ്പി പോലെ ഇരിക്കണ നീ സിനിമയിൽ അഭിനയിക്കാൻ പോണ? അഭിനയിക്കാനൊന്നുമല്ല, ഞാൻ കഥ എഴുതാൻ പോവുക. നീ എഴുതാൻ പോണല്ലേ ഉള്ളൂ, ഞാൻ എഴുതി കഴിഞ്ഞു. കേൾക്കണ സാമ്പിളായിട്ട്? എന്നാ കേട്ടോ. ഇതൊരു പഴയ സ്റ്റോറിയാണ്, ഓൾഡ് ഹിസ്റ്ററി. അതായത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ തൊഴിലെത്ത രണ്ട് ചെറുപ്പക്കാർ. ഒന്നൊരു ഡോക്ടർ, മറ്റൊരു എഞ്ചിനീയർ. തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാർ, ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയറാ. എന്ത് കഥയാണ്? അയ്യടാ, അതൊരു സെൻസസ് ഇല്ലാത്ത. ഇതിനേക്കാളും നല്ല കഥ ഞാൻ പറയാം. കേട്ടോ, ഒരു ഉൾനാടൻ ഗ്രാമം, ഒരിടത്തരം വീട്. ഇടത്തരം വീട്. പറ. ക്ലാ ക്ലാ ക്ലാ, ക്ലൂ ക്ലൂ ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന, മഞ്ഞപ്പച്ച നിറമുള്ള വെളുത്ത മൈന. നീ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടല്ലേ? ദിലീപ് എന്തുട്ടിടാ, നീ ഇന്ന് വൈകി വരുന്നോണ്ട് നേരത്തെ വന്നത്? ഇന്ന് ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞു. അതെന്താ? മാഡത്തിന് ഒരുമാതിരി മൂഡ് ഔട്ട്. അവരെ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് കേട്ടാ. ഏത് സമയത്തൊക്കെ മുഖമൊക്കെ ഒരുമാതിരി. എന്ത് പ്രശ്നം? ഇനി ആ പേട്ടമാര് തന്നെയാണ് പിന്നെയും പ്രശ്നം. ഇനിയിപ്പോ അതാണോ കാരണം എന്ന് അവരോട് നമ്മളെങ്ങനെ ചോദിക്കാം? ചോദിക്കണം, അവര് പറയൂ. ചോദിച്ച് മനസ്സിലാക്കണം, എന്നാലേ പരിഹാരം കാണാൻ പറ്റൂ. എങ്ങനെയെങ്കിലും ചോദിക്കണം. അതെ,